ആരെങ്കിലും ജീവിതത്തിൽ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ രൂപത്തിൽ ദൈവത്തെ കാണുമെന്ന്. അങ്ങനെ ഒരു കഥ കേട്ടാലോ? അങ്ങനെ ചില മനുഷ്യരെ പരിചയപ്പെട്ടാലോ? കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് വഞ്ചനാട് എക്സ്പ്രസ് മുന്നോട്ട് കുതിച്ച സമയമാണ് തൻ്റെ സീറ്റിലേക്ക് പോവുകയായിരുന്നു ഉഷ ഒരു കരച്ചിൽ കേൾക്കുന്നത്. ശബ്ദം കേട്ടയിടത്തേക്ക് നോക്കിയപ്പോൾ തീവണ്ടിയുടെ വാതിൽപ്പടിയിൽ ഒരു കൈ. ജീവഭയത്തിൽ നിലവിളിക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ. കണ്ട കാഴ്ചയിലും നുലഞ്ഞുപോയെങ്കിലും ഉഷ തന്നാലാവും വിധം അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു. വാതിൽക്കൽ എത്തിയപ്പോഴാണ് ഒരാൾ ഇങ്ങനെ സ്ക്രീം ചെയ്യണ പോലത്തെ ഒരു ശബ്ദവും ഒരു കൈയും മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സെക്കൻഡിൽ തന്നെ ഞാൻ AC-യുടെ വാതിലിൻ്റെ കാലുകൊണ്ട് തള്ളിയിട്ട് ഒച്ചെടുത്തു, ആരോ വീണുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ ആളുടെ കൈമ കയറി പിടിച്ചു, ഷൗട്ട് ചെയ്തു ഞാൻ. അപ്പോൾ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളൊരു പയ്യൻ ഓടി വന്നു, അയാൾ വലിച്ചു കയറ്റാൻ സഹായിച്ചു. എനിക്ക് പറ്റില്ലല്ലോ കയറ്റാനായിട്ട്. ഇതൊക്കെ ഒരു ഫ്യൂ മിനിറ്റ്സിനുള്ളിലാണ് കേട്ടോ നടന്നത്. ഉഷയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് മഹാരാജാസ് കോളേജിലെ അധ്യാപകർ ഓടിയെത്തുന്നത്. അവരിലൊരാളായ സന്തോഷാണ് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയത്. തന്റെ കൈവിട്ട അയാൾ മരണത്തിലേക്ക് പോകുമെന്ന് ഉഷ ഭയന്ന നിമിഷമാണ് കരുത്തനായ ഒരു കരം അയാളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയത്. ഓരോ പേരോ അറിയാത്തൊരു യുവാവ്. കയറ്റി കഴിയുമ്പോഴാണ് ആ ദൈന്യതയുള്ള അദ്ദേഹത്തിൻ്റെ മുഖവും ദയനീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുകളുമൊക്കെ നമ്മുടെ മനസ്സിലൊരു വലിയ നടുക്കമായി, വലിയ ഒരു സങ്കടമായിട്ട് മാറി. മുഷിഞ്ഞ് മോശമായിട്ടുള്ളൊരു ഉടുപ്പും ഒരു മുണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നോക്കുമ്പോൾ എടുത്ത് ട്രെയിനിലേക്ക് ഇരുത്തി നോക്കുമ്പോഴാണ് ദേഹത്ത് മുഴുവൻ ചോര. അവരുടെ ആരുമല്ല, എന്നിട്ട് അവർ അലറി വിളിച്ച് കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും കേൾക്കാൻ പോകുന്നില്ല. ഇപ്പോഴും കുറച്ച് കഴിഞ്ഞാൽ വേഗത കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് രക്ഷിക്കാൻ ശ്രമിച്ച അവർക്കും ചിലപ്പോൾ ഇത് അപകടം സംഭവിച്ചേനെ. മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് തോന്നിയത്. അങ്ങനെ 71-കാരനായ മുഹമ്മദ് അബ്ദുള്ള എന്ന ഹൗറ സ്വദേശിയെ ആ അജ്ഞാതൻ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റി. കണ്ട കാഴ്ചയെയും കഴിഞ്ഞുപോയ സംഭവങ്ങളെയും ഒരു നടുക്കത്തോടെയല്ലാതെ ആർക്കും ഓർത്തെടുക്കാനാകുന്നില്ല. ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റപ്പെട്ട വൃദ്ധൻ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം രക്ഷകനായെത്തിയ യുവാവ് ആരാണെന്ന് നമുക്കൊന്നും അറിയില്ല. തൽക്കാലം അയാളുടെ മുഖം അറിയും വരെ, അല്ലെങ്കിൽ അയാളുടെ പേരറിയും വരെ നമുക്ക് അയാളെ ദൈവമെന്ന് വിളിക്കാം. അപ്പോൾ കഥ ഇവിടെ അവസാനിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖരയാണ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ദു, ആ സമയത്ത് അവർ ആ കാഴ്ച കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല ഈ വാർത്ത സംസാരിക്കുന്നത്, അല്ലേ? പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും പറഞ്ഞു പോകും. അങ്ങനെ ഒരു അവസ്ഥ കൂടിയാണ്. അന്നേരം കാണുന്നു, ഒരു യുവാവ് വന്ന് രക്ഷപ്പെടുത്തുന്നു, അതിൽ പലരും പങ്കുചേരുന്നു. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നോ ആ സമയം ദൈവത്തെ പോലെ എത്തിയവരുന്നോ എന്നൊക്കെ മാത്രമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം എന്താണ് ഉണ്ടായത്? ഒന്നും പറ്റാതെ തന്നെ തിരികെ എത്തിയല്ലോ. ഈ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുള്ളയുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷമായിരുന്നു അതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ അജ്ഞാതൻ കൈപിടിച്ച് അയാളെ ആ ട്രെയിനിലേക്ക് കയറ്റിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിടിവിട്ടു പോയിരുന്നെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചു പോലും കഴിയാൻ സാധിക്കില്ല. കാരണം അത്രയും ദാരുണമായ ഒരു സംഭവമായി പോയേനെ അത്. ഉഷ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു നിലവിളി കേട്ട് ആത്മധൈര്യത്തോടെ, അല്ലെങ്കിൽ മനസ്സ് കൈവിട്ടു പോകാതെ നിലവിളിച്ച് ആളെ കൂട്ടാനും അല്ലെങ്കിൽ അയാളെ പിടിച്ചു കയറ്റാനും ശ്രമിച്ച ആ നിമിഷം അവിടെ തുടങ്ങുകയായിരുന്നു അയാളുടെ രണ്ടാം ജന്മത്തിലേക്കുള്ള ഒരു തുടക്കമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ പറഞ്ഞ എല്ലാവരും, സുമി ആയാലും സന്തോഷായാലും അതുപോലെ തന്നെ ഉഷയായാലും ആ അജ്ഞാതനായാലും, ഇവരൊന്നും അയാൾക്ക് പരിചിതരല്ല, അയാളുടെ ബന്ധുക്കളല്ല, സുഹൃത്തുക്കളല്ല. പക്ഷേ അവരെല്ലാവരും കൂടി ചേർന്നാണ് അയാളെ രക്ഷപ്പെടുത്തിയത്, അയാളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അയാൾ കൊൽക്കത്ത സ്വദേശിയാണ്. പേരോ മറ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. പക്ഷെ അയാൾ സുഖം പ്രാപിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സുഖമായി അയാൾ നാട്ടിലെത്തിയില്ലെങ്കിൽ ഉടനെ തന്നെ അയാൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല, ഈ കണ്ട ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെയൊക്കെ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു നടുക്കത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഭയത്തോടു കൂടി അല്ലാതെ ഇപ്പോഴും ആ നിമിഷത്തെ അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. അവസാന നിമിഷം വന്ന് കൈപിടിച്ച് കയറ്റിയ അയാൾ ആരാണെന്ന് അറിയില്ല, പേരറിയില്ല, ഊരറിയില്ല, ആ മുഖം പോലും നമുക്ക് വ്യക്തമല്ല. പക്ഷെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ അയാൾക്കിന്ന് ദൈവത്തിന്റെ മുഖമാണ്, അല്ലെങ്കിൽ അയാളുടെ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് കൂടിയാണ് ആ സമയം ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റാൻ അവർക്ക് എല്ലാവർക്കും പറ്റിയത്.